ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ മാങ്ങ അച്ചാർ ഇടാൻ പോവാണ് കേട്ടോ. മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന മാങ്ങ ഞാനത് ആഡ് ചെയ്യാൻ കേട്ടോ ഇട്ട് കൊടുക്കാണ്. നല്ല ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ മതിയല്ലോ. ഇനി കുറച്ച് കറി വീട്ടല കഴുകി വെച്ച് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ. അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില പച്ചനെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില എന്ന് പറയുമ്പോൾ നല്ല ഒരു നാടൻ കറിവേപ്പിലയാണ്. നമുക്കത് ഒന്നിന് ഒരാൾക്ക് കറിവേപ്പില അല്ലാത്തത് കുറച്ച് കഴുകാനായിട്ട് വെള്ളത്തിലേക്കാം നമുക്ക് വെളിച്ചെണ്ണ കടുക് പൊട്ടിക്കുമ്പോൾ ഇടാനുള്ളത്. അപ്പോൾ കറിവേപ്പില ഇട്ട് വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ കേട്ടോ. മുളക് പൊടി, കാശ്മീർ മുളക് പൊടി കേട്ടോ. മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിട്ടത് ആവശ്യത്തിന് നമുക്ക് അച്ചാർ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചാർ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് മിക്സാണ്, അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. അച്ചാർപ്പൊടി ചേർത്ത് പച്ചമുളക് ചേർത്ത് വെളുത്തുള്ളി ചേർത്ത് കേട്ടോ. ഇത്രയും സാധനം ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവയെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമൊക്കെ നമുക്ക് അച്ചാർ ഇടാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി ആവശ്യത്തിന് കായം പൊടി ചേർക്കണം. ആവശ്യത്തിന് കായം പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി കുറച്ച് വിനാഗിരി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ. ചാറ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വിനാഗിരി ആഡ് ചെയ്യുന്നത്. നമ്മുടെ അച്ചാർ ഇതാക്കാൻ കേട്ടോ. നല്ല പോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. കടുക് വെളുത്തുള്ളിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ല പോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ, മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ. ഇതിന് മുമ്പ് ഇതിനകത്തേക്ക് ഇച്ചിരി അച്ചാർ ഇട്ടിട്ട് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. അച്ചാറിൻ്റെ മണം കൊണ്ട് നല്ല അടിപൊളി മണമാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ ഇട്ടു കേട്ടോ. ഇനി നമുക്ക് യാത്ര നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായതായിരുന്നു മാങ്ങ. അത് കാരണം കൊണ്ട് ഞാൻ നല്ലപോലെ ഇനി ഇതിനകത്തേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടി നമുക്ക് ചേർക്കണം. നല്ലെണ്ണയും കൂടി ഇച്ചിരി ആഡ് ചെയ്യുമ്പോൾ നല്ല അച്ചാർ ആണ്. വെളിച്ചെണ്ണ ആദ്യം ചേർത്തിട്ടുണ്ട്. നല്ലെണ്ണ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലെണ്ണ വെച്ചാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അച്ചാർ പെട്ടെന്ന് കേടാവത്തില്ല. കേടാനൊന്നുമില്ല, എന്നാലും കേടാവത്തില്ല പെട്ടെന്ന്. നല്ല സൂപ്പർ അച്ചാറായിട്ടുണ്ട്. കണ്ടോ.